സ്വപ്നം കണ്ടോന്ന് ഞാൻ ചോദിച്ചപ്പോ നിനക്ക് പറയാൻ വയ്യ. മമ്മിയുടെ പേര് പറഞ്ഞപ്പോ എത്ര കൃത്യമായിട്ടാ സൈക്കിൾ സവാരി പുറത്തു വന്നേ. അയ്യോ അവന്റെ ഒരു നാണം. എന്നിട്ട് സൈക്കിളിൽ അവളെ എവിടെ കൊണ്ടാക്കിയത്? പാവം അവിടെ കിടന്ന് ബുദ്ധിമുട്ടോ? ഒന്ന് ചുമ്മായിരുന്നേ, ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ചു. ശരി, എന്നാലും പൊന്നുമോനൊന്ന് സൂക്ഷിച്ചോ. ഇന്നലെ മമ്മിയുടെ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു, നിനക്ക് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോന്ന്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഇല്ലടാ, എന്നാലും എനിക്ക് തോന്നുന്നതേ മമ്മി ചിലപ്പോ കണ്ടെത്തുന്ന. അങ്ങനെ ഒരു സിറ്റുവേഷൻ നീ മനസ്സിൽ കുറിച്ചിട്ടോ. ഫേസ് ചെയ്യുമ്പോ ഒരു മുൻകരുതൽ ഉണ്ടാവും. സാരമില്ല, എന്തായാലും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ഞാൻ റെഡിയാ. എനിക്കിപ്പോഴേ പേടിയായിട്ട് വയ്യ. ഞാനും കൂടിയാ കുറ്റവാളിയാവുന്നേ. നീ ചെല്ല, ഞാൻ കാപ്പി കൊണ്ടുവരാം. ശരി. അവളിപ്പോ വരും ചികിത്സയ്ക്ക്. ഇന്നത്തോടെ കൊട്ടാരം മുറ്റത്ത് നിന്ന് അവളുടെ ശല്യം ഒഴിയും. മമ്മി സൂക്ഷിച്ചു മതി. ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെട്ടാൽ അതോടെ തീരും നമ്മളെല്ലാവരും. എനിക്ക് പിഴക്കില്ല, പേടിക്കണ്ട. അമ്മമ്മ, അവളെ അടിച്ചിറക്കുമ്പോ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്, ആര് തടഞ്ഞാലും. അവസരങ്ങൾ ഒരുപാടുണ്ടാവും, സുവർണ അവസരം ഒന്നേയുള്ളൂ. അത് ഇന്നാണ്. അവളുടെ പോക്ക് കണ്ടില്ലേ മമ്മി? അവളുടെ അധികാരം. നിങ്ങൾ ഇവിടെ നിൽക്ക, ഞാൻ ഇപ്പൊ വരാം. മുത്തശ്ശന് ഈ മരുന്നിൽ വിശ്വാസം ഉണ്ടോ? ഒന്നും പേടിക്കണ്ട. ഒരു ദിവസം ഞാൻ വരുമ്പോ മുത്തശ്ശൻ ഗേറ്റില് എന്നെയും കാത്തു നിൽക്കുന്നുണ്ടാവും. ആഹാ, കുട്ടി ഡോക്ടർ വന്നോ? എനിക്ക് അങ്ങനെ ഒരു പേരായോ? പിന്നെ ഇനി മുത്തച്ഛനെ എഴുന്നേൽപ്പിച്ച് നടത്തേണ്ടത് കുട്ടി ഡോക്ടറുടെ ഡ്യൂട്ടിയാ. മരുന്ന് ഫലിക്കും, എന്റെ പ്രാർത്ഥനയും ഫലിക്കും. അല്ലെങ്കിൽ ദൈവത്തിനോട് ഞാൻ പറയും എന്നെ തന്നെ കൊടുക്കാം, മുത്തച്ഛനെ നടത്തി തന്നാ മതിയെന്ന്. അതൊന്നും വേണ്ട, നീ ഇങ്ങനെ സ്നേഹത്തോടെ മുത്തച്ഛന്റെ അടുത്ത് ഇരുന്നാൽ മതി, ഒക്കെ ഭേദമായിക്കൊള്ളൂ. ദേ ഞാനൊരു ചായ ഇടട്ടെ. കയ്യിൽ എണ്ണയാക്കുന്നത് ചായയൊക്കെ കുടിച്ചിട്ട് മതി. എനിക്കിപ്പോ വേണ്ട മുത്തശ്ശി, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. അങ്ങനെ ഇപ്പൊ കഷ്ടപ്പെടണ്ട, വന്നേ ചായ കുടിച്ചിട്ട് മതി ബാക്കി കാര്യം. വാ, ഇപ്പൊ വരാം മുത്തശ്ശ. വാ മോളെ. ചികിത്സ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? ഏട്ടൻ പേടിക്കണ്ട. അതേ, മരുന്നിനെ അല്പം വീര്യം കൂട്ടാനാ. ഏട്ടന് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണ്ടേ? പിന്നെ മരുന്നേ എന്റെ ഉള്ളൂ. ചികിത്സ അവള് തന്നെയാ, കബനിമോള്. എന്റെ ഏട്ടനൊന്നും മിണ്ടാൻ കഴിയാത്തത് ഭാഗ്യം. അപ്പൊ ശരി.
മമ്മി എന്തായി? ആദ്യഘട്ടം വിജയം. ആ ഇനിയാണ് കളി. അതിന് മണമൊന്നുമില്ലല്ലോ അവൾക്ക് ഏയ്, തിരിച്ചറിയാൻ. ഒരു മണവുമില്ല. തിരിച്ചറിയില്ല. അറിയുമ്പോഴേക്കും കളി അവള് കൈവിട്ടിരിക്കും. ഇങ്ങ് വാ രംഭമോളെ, ഇന്ന് നിന്റെ ദിവസമാ, അവളുടെ അവസാനത്തെ ദിവസം. അയ്യോ, കൊടുത്തത് കഴിച്ചു പോലും ഇല്ല. എന്തൊരു തിരക്കാ പെണ്ണിന്. എന്ത് പറ്റി? മുത്തച്ഛൻ എന്തോ ഒരു വയ്യായിക പോലെ. ഏ ഒന്നുമില്ല, മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാ അല്ലേ മുത്തശ്ശ? അമ്മ എന്താ ഒന്നും പറയാത്തെ? എന്താ? അപ്പോ ഇത്രയും നേരം ഞാൻ പറഞ്ഞൊന്നും അമ്മ കേട്ടില്ലേ? അപ്പൂപ്പന് കാര്യമായിട്ട് എന്തോ അസുഖമുണ്ട്. അത് ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. അപ്പൂപ്പൻ നിന്നോട് പറഞ്ഞോ? പറഞ്ഞിട്ട് വേണോ? എത്ര ദിവസമായി പാവം കാല് വേദന എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് തൈലം ഇടിപ്പിക്കുന്നു. ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടാണോ അത്? അതാണോ? അതിനു വേണ്ടി ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട. ബെസ്റ്റ് മോള് ഇങ്ങനെ തന്നെ വേണം. കഷ്ടമുണ്ട് കേട്ടോ. എടി, അത് നിന്നെ പിടിച്ച് ചുമ്മാ അടുത്തിരുത്താനുള്ള അടവ. പിന്നെ എന്നോട് ഇത് അച്ഛൻ തന്നെയാ പറഞ്ഞ്. ആണോ? എടാ കള്ള അപ്പൂപ്പ, അത് ശരി. അപ്പോ ഇനി എന്നെ വിളിക്കട്ടെ. ചൊറിയണം പിഴിഞ്ഞ് ഞാൻ കാല് മുഴുവൻ തേച്ചു കൊടുക്കും. ചതിക്കല്ലേടി, നിന്നെ അത്രയ്ക്ക് ഇഷ്ടല്ലേ മുത്തച്ഛന്? ജോലിക്ക് പോയാ അവിടെ നിക്കോ? നീ സ്കൂള് വിട്ട് വരുമ്പോ വഴിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാ? വേറെ ആരാടിയുള്ളത്? എനിക്കറിയാമേ, ഞാൻ എന്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കിട്ടുന്ന സ്നേഹവും പരിഗണനയും ഒന്നും അവർക്ക് ആർക്കും കിട്ടുന്നുണ്ടാവില്ലെന്ന്. ആണോ? പിന്നല്ലാതെ. ഞാൻ നല്ല ലക്കി കുട്ടിയല്ലേ. പൊന്നുപോലെ നോക്കുന്നൊരമ്മ, കാവിലിരിക്കുന്നൊരു അപ്പൂപ്പൻ. പറച്ചിലൊക്കെ കൊള്ളാം. അവസാനം വരെ ഇതൊക്കെ ഉണ്ടാവണം. ഇല്ല, ഇടയ്ക്ക് വെച്ച് ഞാൻ ഒളിച്ചോടി പോവല്ലോ, അപ്പം നിർത്തും. നീ ഒളിച്ചോടോ? പറയാൻ പറ്റൂല. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാ നോക്കാം. ശരിയാക്ക നിന്നെ ഞാൻ. ചുമ്മാ പറഞ്ഞതല്ലേ. എനിക്ക് അങ്ങനെ ഒളിച്ചോടാൻ പറ്റുമോ? പറ്റണമെങ്കിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങളെ മറക്കണ്ടേ? അത് പറ്റുമോ? ഏയ് അമ്മേ, സെന്റി ആവല്ലേ. എവിടെയാ മിസ്റ്റർ ഗംഗാധരൻ? കാലിന് വേദനയുള്ള പാവം. വീട്ടിൽ കിടക്കുന്നുണ്ട്. ശരി, ഞാനൊന്ന് പോയി കാണട്ടെ. ദേ, ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട കേട്ടോ. ഏയ്, ഞാൻ അവിടെ ചെന്നിരുന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ നിർബന്ധിക്കേ ഉള്ളൂ. കാണാലോ അപ്പൊ അഭിനയം. അങ്ങനെ നീ എന്റെ അച്ഛനെ കുരങ്ങ് കളിപ്പിക്കണ്ട. മിണ്ടാതിരുന്നു അവിടെ. ഇനി എന്തായാലും അപ്പൂപ്പൻ പറഞ്ഞാലും ഇല്ലെങ്കിലും കാലിന് തൈലം ഇട്ട് കൊടുക്കുന്നത് ഞാൻ മുടക്കില്ല. ഓടി നടക്കാനുള്ള ആരോഗ്യം എന്നും ഉണ്ടാവണം അപ്പൂപ്പന്. ഇനി മുതൽ ഞാനാ അപ്പൂപ്പന്റെ ഡോക്ടർ. അമ്മ വേഗം വാട്ടോ. ഈശ്വര, രണ്ടാൾക്കും പരസ്പരം ജീവന. അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊടുക്കണേ. വരൂ ഡോക്ടർ. എന്താ സംഭവിച്ചേ? ഏതോ ഒരു പെണ്ണ് ഒരു കാട്ടുവൈദ്യന്റെ തൈലവുമായി വന്നു. വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധമായിട്ട് അത് പുരട്ടി.
ഇപ്പൊ കാലാകെ പൊള്ളി വീർത്തതുപോലെയായി. ആരായി മണ്ടത്തരം കാണിച്ച്? ചികിത്സയിലിരിക്കുന്ന ആളല്ലേ? ഞങ്ങൾ എന്ത് ചെയ്യാനാ ഡോക്ടർ? വരൂ. ഡോക്ടർ, എന്താ പാർവതിയമ്മ ഇത്? എന്താ തേച്ചത്? അത് ഒരു നാട്ടുമരുന്ന്. വിവരമില്ലേ നിങ്ങൾക്ക്? വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും നമ്മുടെ ആളുകൾക്ക് മാറ്റം ഉണ്ടാകാത്തത് ഇന്നും നിലനിൽക്കുന്ന അന്ധവിശ്വാസം കൊണ്ട് തന്നെയാ. സത്യത്തിൽ എന്റെ ചികിത്സയെ വെല്ലുവിളിക്കുക നിങ്ങൾ ചെയ്തത്. അത് ഡോക്ടർ, ഈ കാൽ ആരാ ഇത് കൊണ്ടുവന്നത്? ഡോക്ടറെ, ഈ കുട്ടിയാ. ഇതെവിടുന്നാ? അത് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാ. ഏത് നാട്ടിൽ നിന്ന്? ആരാ തയ്യാറാക്കിയത്? ഇതിന്റെ കണ്ടന്റ് എന്താ? ഇതിൽ ചേർത്തിരിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാ? പറഞ്ഞു കൊടുക്കടിയല്ല അങ്ങോട്ട്. എല്ലാം അറിയുന്ന ഡോക്ടറാണല്ലോ നീ. എന്റെ ഡോക്ടറെ, അവൾക്ക് എന്തറിയാം? കണ്ണടച്ച് വിശ്വസിക്കാൻ ആളുള്ളപ്പോ എന്തു തോന്നിയാസോ ആവാലോ. പറയൂ കുട്ടി, ചെയ്ത മരുന്നിന് എന്തെങ്കിലും ശാസ്ത്രീയമായ പിൻബലം ഉണ്ടോ? ഉണ്ടോന്ന്? അത് നാട്ടിലെല്ലാവർക്കും വിശ്വാസമുള്ള ഒരു... ഹൗ ഡെയർ യു! ഇതുപോലൊരു കുടുംബത്തിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു? Who is she? അത് കോളേജിലെ കുട്ടിയാ ഡോക്ടർ. സോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെച്ച് ചികിത്സ നിർത്തണോ? അയ്യോ ഡോക്ടർ, പ്ലീസ്. ഓക്കെ. പാർവതിയമ്മേ, ഈ മരുന്നിലെന്തോ മാരകമായ വിഷാംശം കലർന്നിട്ടുണ്ട്. അയ്യോ. അതുറപ്പാ. വിവരമില്ലാത്തവർ നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങൾ ഇനിയെങ്കിലും അനുവദിച്ചു കൊടുക്കരുത് പ്ലീസ്. ആദ്യം ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കുക. മുത്തശ്ശി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല മുത്തശ്ശി. ഇറങ്ങാനല്ലേ ഡി പറഞ്ഞത്? ഉർവശി. മിണ്ടരുത്. ഏട്ടന്റെ കാര്യത്തിൽ കൂടപ്പുറപ്പായ എനിക്കും അവകാശമുണ്ട്. ചികിത്സയുടെ പേരും പറഞ്ഞ് ഇവൾ ഇനി ഈ പടി കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഡോക്ടർ, ഏട്ടന്റെ ചികിത്സ മുടങ്ങരുത്. ഏട്ടന് നല്ലത് ചെയ്യുന്നത് ആരായാലും ആ കാല് പിടിക്കാൻ വരെ ഞാൻ തയ്യാറാ. ഇറങ്ങടി. ഇറങ്ങാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് വാ. ഓടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മുത്തശ്ശനെ ദ്രോഹിക്കാൻ ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? മതിയടി. ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വരെയുള്ള നിന്റെ ഓരോ ചുവടും സംശയിക്കേണ്ടതാ. സത്യം പറ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അച്ഛനെ അത് കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ വകവരുത്താനല്ലേ? അല്ല മാഡം. മര്യാദക്ക് ഇറങ്ങി പൊയ്ക്കോ ഇവിടുന്ന്. അല്ലെങ്കിൽ മേനകെ, പോലീസിനെ വിളിക്ക. ഇവളോടൊക്കെ അവരാ ചോദിക്കേണ്ടത്. എന്താ ഇനി ഇവളെ ന്യായീകരിക്കാൻ ഉദ്ദേശമുണ്ടോ? അമ്മേ, ചേർത്ത് പിടിച്ച അന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവള് കാരണം അമ്മ കരയുന്ന ഒരു ദിവസം ഉണ്ടാവുമെന്ന്. കുറച്ചും കൂടി സമയം കൊടുത്തിരുന്നെങ്കിൽ അച്ഛന്റെ ജീവൻ തന്നെ എടുത്തേനെ ഇവള്. ഇല്ല, തെറ്റ് പറ്റിയതാണെങ്കിൽ ഞാൻ അതിന്റെ മറുമരുന്ന് എന്താന്ന് വിളിച്ച് ചോദിക്കാം. മിണ്ടരുത് നീ. അസലായി. തീർന്നില്ല അവളുടെ പരീക്ഷണം. എന്താ പാർവതി, അതും അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? പറ, അവളോട് ഇറങ്ങാൻ പറ. അല്ലെങ്കിൽ സുഖമില്ലാതിരിക്കുന്ന എന്റെ ഏട്ടനോട് കാണിക്കുന്ന സ്നേഹം വെറും വ്യാജമാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അമ്മേ, ഈ സ്ഥാനത്ത് ഞാനോ എന്റെ മകളോ ആയിരുന്നെങ്കിൽ അമ്മ ക്ഷമിക്കുമായിരുന്നോ? പറയേ. ആവശ്യത്തിനോ അനാവശ്യത്തിനോ എടുത്ത് ഉപയോഗിക്കുന്ന കൊട്ടാരമുറ്റം പാർവതി അമ്മ എന്ന പേര് ഇപ്പോഴാ അതിന്റെ ഗൗരവം കാണിക്കേണ്ടത്. മുത്തശ്ശി, വേണ്ട. ഇപ്പൊ ഈ സംഭവിച്ചതിന് എനിക്ക് മറുപടി ഒന്നുമില്ല. ആർക്കും പരീക്ഷണം നടത്താനുള്ള ഒരു സ്ഥലമല്ല കൊട്ടാരമുറ്റം.
ഇറങ്ങിപ്പോയ്ക്കോ. എന്ത് കരുതി ഞാനും മമ്മിയും അമ്മമ്മയും എന്നും നിന്റെ മുന്നിൽ തോൽക്കുന്നു? ഇന്ന് ഇവിടെ വന്ന് കയറിയപ്പോ പോലും ഞങ്ങൾക്ക് മുൻപിൽ നിനക്കൊരു അഹങ്കാരത്തിന്റെ നിഴലുണ്ടായിരുന്നു. അതിനുള്ള കൂലിയ നിനക്കിപ്പൊ കിട്ടിയത്. പോകുന്നതിന് മുൻപ് ഒരു കണക്കൂടി തീർക്കാനുണ്ട്. എന്റെ രംഭ മോളെ അപമാനിച്ചതിന്, കൊട്ടാര മുറ്റത്തിന്റെ അകത്തളം ചവിട്ടിയതിന്, ഇതിരിക്കട്ടെ. ഇറങ്ങിപ്പോടി. ഓടി ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാൻ. നടക്കണം. ഇനി ഈ ഉമ്മറത്ത് നിനക്ക് സ്ഥാനമില്ല. ഇറങ്ങിപ്പോടി. പോകാൻ വാ. സമ്മതിച്ചു മമ്മി. അവസാനം അത് സംഭവിച്ചു. താങ്ക്സ് അമ്മമ്മ, യു ആർ ഗ്രേറ്റ്. ഇപ്പൊ കൊട്ടാര മുറ്റത്ത് നിന്ന്, ഇനി കോളേജിൽ നിന്ന്. ഭർത്താവിനെ അഗാധമായി സ്നേഹിക്കുന്ന പാർവതിയമ്മ തന്നെ അതും കൂടി ചെയ്തോളൂ. ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. നാളെ വരെ നമുക്ക് നോക്കാം. ചേഞ്ച് ഇല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. എനിക്കൊന്നും അറിയില്ല. ഇത് ദ്രോഹമാണ്. ഇതിന് കാരണക്കാരായവർ ആരായിരുന്നാലും ശരി, അവരോട് പൊറുക്കാൻ എനിക്ക് പറ്റില്ല ഒരിക്കലും. ആഹാ, നീ പോയില്ലേ ഇതുവരെ? ഓ, കുറ്റവിമുക്തയായി തിരിച്ചു കയറിയിട്ടേ പോകുന്നുണ്ടോ? എനിക്ക് മുത്തശ്ശിയെ കാണണം. ആരുടെ മുത്തശ്ശി? അത് നിനക്ക് ഇതിനകത്ത് കയറാൻ നീ വിളിച്ചു ശീലിച്ച വാക്ക്. ഇനി അത് വേണ്ട. കൊട്ടാരമുറ്റത്ത് പാർവതിയമ്മ അങ്ങനെ തന്നെ വിളിക്കണം. മനസ്സിലായോടി? ഞാൻ കാണും, കണ്ടിട്ടേ പോവും. എടി, ഒരു രാത്രി മുഴുവൻ നീ ഇവിടെ തനിച്ചു നിന്നാൽ നാളെ ചിലപ്പോ ആളുകൾ രസമുള്ളൊരു കഥ പറയും. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എങ്കിലും ജസ്റ്റ് ഒരു ഫോൺ കോൾ. ഞാൻ വരുത്തു ആളുകളെ. രംഭ, പ്ലീസ്, ഞാൻ ഇനി ഇവിടെ വരാതിരിക്കാം. നിന്നോട് ഒന്നിനും മത്സരിക്കാതിരിക്കാം. എല്ലാം വിട്ടുതരാം. വിട്ടുതരാനോ? അതിനെന്താടി നിനക്കുള്ളത്? ദാനം വാങ്ങിച്ച് എനിക്ക് ശീലമില്ല ഒന്നും. വേണമെന്ന് തോന്നുന്നത് പിടിച്ചെടുക്കും. അങ്ങനെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഓരോന്നായി ഞാൻ പിടിച്ചെടുക്കുമ്പോ നിനക്ക് കണ്ണീര് മാത്രമേ ഉണ്ടാവൂ. ക്യാമ്പസിലെ എന്റെ ഇമേജ്, ഋഷിയുമായുള്ള എന്റെ ബന്ധം എല്ലാം നീ തകർത്തു. അച്ഛമ്മയുടെ നെഞ്ചിൽ നീ ചാരിക്കിടന്നപ്പോ സ്ഥാനനഷ്ടം വന്നത് എനിക്കാ. കബനി നല്ലവളെന്ന് എല്ലാവരും വാഴ്ത്തി പാടിയപ്പോ അവർക്കൊരു ചീത്തക്കുട്ടി വേണമായിരുന്നു. സോ ആ സ്ഥാനം എനിക്ക്. ഇപ്പൊ അതിനൊരു ചേഞ്ച്, അത്രേ ഉള്ളൂ. ആകാശത്ത് ചന്ദ്രനെ കാണുമ്പോ നായ്ക്കള് കുരയ്ക്കും. ഭൂമിയില് കാശുള്ളവനെ കാണുമ്പോ കാശില്ലാത്തവര് കുരയ്ക്കും. രണ്ടും ലക്ഷ്യത്തിലെത്തില്ല. ഇറങ്ങിപ്പോവാൻ നോക്കടി.
മുത്തശ്ശി വണ്ടി നിർത്ത. എന്താ? മുത്തശ്ശി ഞാൻ കാത്തു നിൽക്കായിരുന്നു. മുത്തശ്ശി എന്നെ ഒന്ന് വിശ്വസിക്കണം. നോക്കു കുട്ടി, ഇതുവരെ എന്നെ നേർ നടത്തിച്ചത് ദൈവമാണ്. എനിക്ക് വേണ്ടതൊക്കെ കൃത്യസമയത്ത് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. ഇനി എന്നെ കാണാൻ വേണ്ടി നിൽക്കണ്ട. മുത്തശ്ശി എനിക്കും എൻ്റെ ഭർത്താവിനും ഇനി അധികകാലം ഒന്നും ആയുസില്ല. പരീക്ഷണങ്ങൾക്ക് വയ്യ.